എല്ലാ മാന്യ പ്രേക്ഷകർക്കും MVTVയും ഹാർവസ്റ്റും ചേർന്ന് നടത്തുന്ന ഡയറ്റ് പ്ലേറ്റിലേക്ക് സ്വാഗതം. ഇത് പ്രമേഹ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഭക്ഷണമാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത്. അതിനകത്ത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല വിഭവങ്ങളും പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ അത് കണ്ട പ്രേക്ഷകരൊക്കെ ഞങ്ങളെ വിളിക്കുകയും നല്ല നിർദ്ദേശങ്ങൾ തരികയും വീണ്ടും ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള പുതിയ വെറൈറ്റികൾ വേണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തതാണ് ഞങ്ങളുടെ ഈ വീണ്ടും പുതിയ എപ്പിസോഡുകളിലേക്കുള്ള പ്രചോദനം. കാരണം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും ഫ്രണ്ട്സിനും ഒക്കെ ഇത് പാസ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു ഓംലെറ്റാണ്. നോർമലി ഓംലെറ്റ് നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് നമ്മൾ ഡയറ്റ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഒരു പ്ലേറ്റിൻ്റെ 50% വെജിറ്റബിളും 25% ഭാഗത്ത് പ്രോട്ടീനും 25% ഭാഗത്ത് ധാന്യങ്ങളുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രോട്ടീനിലൊന്നാണ് മുട്ട. അതുകൊണ്ടാണ് നമ്മൾ മുട്ട ഓംലെറ്റ് തന്നെ എടുക്കുന്നത്. അത് മുട്ട നിങ്ങൾക്ക് വെള്ള വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഹോൾ എഗ്ഗ് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ആ ഓംലെറ്റിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. സുക്കിനി ഉണ്ട്. ഇനിയിപ്പോൾ സുക്കിനി നിങ്ങൾക്ക് അവിടെ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് മറ്റ് ഏത് പച്ചക്കറികൾ വേണമെങ്കിലും ചേർക്കാം. ഇത് നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു റാഡീഷാണ്. ഇത് ശരിക്ക് ജൽപ്പനം എന്ന് പറയുന്നൊരു പച്ചമുളകാണ്. ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ മിക്കവാറും കാണാറുണ്ട്, കടകളിലൊക്കെ കാണാറുണ്ട്. കിട്ടുകയാണെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ചേർത്താൽ ഒരു ഓപ്ഷനാണ്. ഇതിന് വലിയ എരിവെന്നുള്ളതല്ല, എരിവുള്ളത് കൊണ്ട് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇത് ആഫ്രിക്കൻ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ അത്തരം ചില്ലികളൊക്കെ ആണെങ്കിൽ ആമസോൺ ചില്ലിയൊക്കെയാണ് എരിവുണ്ടാകും. ഇതിനത് എരിവില്ലാത്തതാണ്. ഒരല്പം ഇഞ്ചി, തക്കാളി, മുട്ട, സവോള, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന എണ്ണ ഒലിവ് ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള വെർജിൻ കോക്കനട്ട് ഓയിലോ നിങ്ങൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മളിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ പരിചയപ്പെട്ട് ഇനിയിപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ബൗളെടുത്തു. 2 മുട്ടയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് 2 മുട്ട കൂടുതൽ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. മുട്ടയുടെ വെള്ളക്കരു മാത്രമാണെങ്കിൽ ഉപയോഗിക്കാം. ഇഷ്ടമുള്ള മുട്ട, കോഴിമുട്ടയല്ല, നിങ്ങൾ വേറെ എന്തെങ്കിലുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതും ചെയ്യാം. ഞാൻ 2 മുട്ട ആവറേജ് ഒരാൾക്ക് ഒരു മീൽ എന്ന നിലയ്ക്കാണ് നമ്മളിതിനെ ക്വാണ്ടിറ്റി കൺസിഡർ ചെയ്തെടുക്കുന്നത്. 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയൊന്ന് ബീറ്റ് ചെയ്തു. അതിലേക്ക് ആവശ്യമായിട്ടൊരു ശകല ഇഞ്ചി. സാധാരണ ഓംലെറ്റ് നമ്മൾ ഇഞ്ചി ഒന്നും ചേർക്കാത്തതല്ലേ. നമ്മളിതിനകത്ത് അല്പം ഇഞ്ചി ഒരു ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടി. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ രാവിലെ നമ്മൾ ഓംലെറ്റൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മാറി വരുമ്പോൾ ഒരു ടേസ്റ്റിനൊക്കെ ഒരു വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് കഴിക്കാനൊരു എളുപ്പമുണ്ടാവും. ഞാനിവിടെ ഓപ്ഷൻ പറഞ്ഞതാണ്. പച്ചമുളക് വെച്ചിട്ടുണ്ട്. ഇത് ജൽപ്പനം എന്ന് പറയുന്ന മുളകാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാൻ പച്ചമുളക് വെച്ചത് നിങ്ങളെ ഓപ്ഷൻ കാണിക്കാനാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ജൽപ്പനമാണ്. അത് 2 കളറുള്ളതാണ്. ഇതിന് എരിവില്ല. അപ്പോൾ ഇത് അല്പം നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിയാം. ഞാനിവിടെ സ്ലൈസ് ചെയ്താണ് ചേർക്കുന്നത്. നിങ്ങൾക്കിത് ചോപ്പ് ചെയ്ത് ചേർക്കണമെങ്കിൽ ചോപ്പ് ചെയ്ത് ചേർക്കാം. ചോയ്സാണ്. എരിവില്ലാത്തതാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്നതാണ് എരിവില്ലാത്ത ബജിമുളകൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചേർക്കാം. കാരണം ബജിമുളകൊക്കെ വെജിറ്റേറിയനിൽ വരുന്ന സാധനമാണ്, നല്ല ഇതാണ്. നമ്മൾ അതിലേക്ക് ഇത് ചെയ്തു. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ട ഒരു ശകലം ഒനിയൻ. ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. ഉള്ളിയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം. എന്ത് നമ്മൾ ചേർത്താലും മുട്ടയുടെ ഇരട്ടി വെജിറ്റബിൾ ചേരുന്നതാണ് ആ ഓംലെറ്റ് നമുക്കൊരു പ്രമേഹ രോഗിക്ക് ഉത്തമമായിട്ടുള്ളൊരു ഓംലെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അത്രയും ആ 3 ഇരട്ടി വെജിറ്റബിളോടെ എടുക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് അതിനൊരു പറയുന്നു. അത് നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. വെജിറ്റബിൾ എത്രമാത്രം ഓംലെറ്റിനകത്ത് നമുക്ക് ചേർക്കാൻ പറ്റുമോ, ചീരകൾ, ഇല വിഭവങ്ങൾ ചേർക്കാം. മത്തയുടെ ഇല ചേർക്കാം, പാവലിൻ്റെ കുരുന്നിലയുണ്ട്, അതുപോലെ തന്നെ കോവയ്ക്കയുടെ കുരുന്ന് ഇല ഒക്കെ ഉണ്ടെങ്കിൽ ടെൻഡറായിട്ടുള്ള ലീഫൊക്കെ ചേർത്താൽ വളരെ നല്ലതാണ്. അതൊക്കെ ഒന്നും വേകേണ്ട കാര്യമില്ല. മുട്ട വേകുന്ന സമയം കൊണ്ട് നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ മുട്ടയും ഒനിയനും ജൽപ്പനോ ചില്ലിയും കൂടി ഞാൻ ഇതിനകത്തിട്ട് മിക്സ് ചെയ്യുന്നു. അല്പം സോൾട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. ഞാൻ കുരുമുളക് പൊടി എടുക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയോ പച്ചമുളക് എരിവിന് അത് മതിയെങ്കിൽ കുരുമുളക് നമുക്ക് നല്ലതാണ്. അതുകൊണ്ടാണ് കുരുമുളക് എടുക്കുന്നത്. കഴിയുന്നത് നമ്മൾ പൊടി മേടിക്കാതെ അല്പം നല്ല കുരുമുളക് നമ്മൾ മേടിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ എടുത്താലും മതി. അപ്പോൾ ഇത് ഞാൻ ബ്ലെൻഡ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് തക്കാളി നമ്മൾ പച്ചയ്ക്കല്ല, ജസ്റ്റ് ഒന്ന് ബ്ലാൻഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്ലൈസ് ടൊമാറ്റോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. തക്കാളി ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചു. ഇനി ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പാൻ ഒന്ന് ചൂടാക്കുകയാണ്. എണ്ണയുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു.
വെർജിൻ കോക്കനട്ട് ഓയിൽ കിട്ടുമെങ്കിൽ ദ ബെസ്റ്റ് ഫോർ പ്രമേഹ രോഗികൾക്ക്. പിന്നെ ഒലിവ് ഓയിലുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലായാലും പ്രശ്നമില്ല. ഞാൻ ഒലിവ് ഓയിൽ ഇവിടെ ഉപയോഗിക്കുന്നു. ഒലിവ് ഓയിൽ കിട്ടാനുണ്ടെങ്കിൽ നല്ലതാണ്. പ്രമേഹ രോഗികൾ പൊതുവേ, ഞാനൊരു പ്രമേഹ രോഗിയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. പൊതുവേ നമ്മൾ മരുന്നിന് പൈസ മുടക്കാൻ നമുക്കൊരു മടിയില്ല. തിരിച്ച് ഈ മരുന്ന് കൊണ്ട് മാത്രം, മരുന്ന് പൈസ കൊടുക്കാതെ നമുക്ക് ഭക്ഷണം കൊണ്ട് മാത്രം ഷുഗർ നോർമലാക്കാമെന്ന് ഞാൻ ചലഞ്ച് ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു വർഷം അങ്ങനെ ചെയ്ത ആളാണ് കേട്ടോ. നമ്മൾ ചെയ്യേണ്ട ഒരു പ്രമേഹ രോഗിയാകുമ്പോൾ നമ്മൾ മരുന്നിന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ നമ്മുടെ ഭക്ഷണത്തിനും ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഒരു ചോറും കറിയിലും മാത്രം നമ്മൾ ഒതുങ്ങിക്കൂടാതെ നമുക്ക് പോഷകം കിട്ടുന്ന അല്ലെങ്കിൽ പോഷകം അടങ്ങിയ നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മരുന്ന് പോലെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതൊരു എന്താ പറയുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ചിലവായിട്ട് നമ്മൾ കൂട്ടരുത്. മരുന്നിനൊക്കെ എത്ര രൂപ വേണം, ഇൻസുലിനും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നത്, അതൊക്കെ ശരിക്കും ഒഴിവാക്കാൻ പറ്റും. അതിൻ്റെ 1/3 പൈസ മതി നമ്മൾക്ക് ശരിക്കും നമ്മുടെ ഭക്ഷണം നമ്മൾ ശരിയായ രീതിയിൽ ക്രമീകരിച്ച് കഴിക്കുകയാണെങ്കിൽ ഈ ഇൻസുലിൻ എടുക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാമെന്നേ. ഞാനിതെല്ലാം പരീക്ഷിച്ച് തെളിയിച്ചാൽ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വായിട്ടിരിക്കുന്ന ജൽപ്പനമൊന്നും അധികം വേഗേണ്ടത് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ചേഞ്ച് ഡിഫറൻസിനും ഒരു ടേസ്റ്റ് ഡിഫറൻസിനും അതിനകത്ത് കൂടുതൽ നമുക്ക് ആവശ്യമായ പോഷക ഘടകങ്ങൾ കൂടുതലുള്ളത് കൊണ്ടുമാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓംലെറ്റ് നമുക്ക് വളരെ പെട്ടെന്ന് ഇതിനു വേണ്ടി നമ്മൾ വീട്ടിലിപ്പോൾ 2-3 പേരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരാൾക്കാണ് പ്രമേഹ രോഗം, അയാൾക്ക് വേണ്ടി വേറൊരു ഭക്ഷണം ഉണ്ടാക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ വേറൊരു കറിയോ ചോറോ ഒക്കെ ഉണ്ടാക്കാൻ പോകുന്ന സമയം വെച്ച് നോക്കുമ്പോൾ എത്ര എളുപ്പമായത്. പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ വളരെ എളുപ്പമുള്ളതാണ്. പണിയും നമുക്ക് കുറവാണ്, എന്നാൽ അവർക്ക് നല്ല ഫുഡുമാണ്. ഇത് വെന്ത് കഴിഞ്ഞു ഇത്രയും സമയം മതി നമുക്കൊരു പേഷ്യൻ്റ് മീൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട്. ഇപ്പം നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് വലിയ ഹോസ്പിറ്റലൊക്കെ തരുന്നത് ഇത് തന്നെയല്ലേ നമുക്ക് തരുന്നത്. കാരണം ഞാൻ ജോൺ ഹോപ്കിൻസിൽ വർക്ക് ചെയ്തതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ കൺസൾട്ടൻസിയിലൊന്നാണ്. അവരുടെ ഹോസ്പിറ്റൽസിലൊക്കെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ അവിടെയൊക്കെ ചെയ്യുന്ന ഇതുപോലെയാണ് ഞങ്ങൾ പ്രമേഹ രോഗികൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കി വെച്ചു. ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് മാറ്റാം. കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മീലാണ്. അവിടെ ഓംലെറ്റ്, അതിനകത്ത് ജൽപ്പനയാണ് വെച്ചത്. നമ്മൾ ഈ തക്കാളി കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്, പച്ച തക്കാളി നല്ലതാണ്. സലാഡായിട്ട് നമ്മൾ കഴിക്കുന്നില്ല. ഒരു സൈഡിലേക്ക് നമ്മൾ കുറച്ച് തക്കാളി വെച്ചു. അതിൻ്റെ പുറത്ത് വേണമെങ്കിൽ നമുക്ക് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. ഒരു അല്പം സോൾട്ടും അല്പം കുരുമുളക് പൊടിയും നമ്മൾ ഇതിനകത്തുനിന്ന് സ്പ്രേ ചെയ്താൽ നമുക്ക് സ്പ്രിങ്കിൾ ചെയ്തെടുത്താൽ മതി. ഒന്ന് തൂളി കൊടുക്കുക. ഞാൻ നേരത്തെ ഇതിനകത്ത് സ്വിച്ചിനി കാണിച്ചിരുന്നത് പച്ച സ്വിച്ചിനിയാണ്. അത് ഞാൻ ഒന്ന് ഗ്രില്ല് ചെയ്തതാണ് ഈ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് വേറൊന്നുമില്ല, ഇതുപോലെ നമ്മൾ റൗണ്ടായിട്ട് മുറിച്ചു അത് ഇതിൻ്റെ സൈഡിലേക്ക് വെക്കുന്നു, അത്രയേ ഉള്ളൂ. അത് നമ്മുടെ ഈ ഫ്രൈഫാനകത്ത് തന്നെ ഇട്ടാൽ മതി. ഫ്രൈഫാനകത്തിട്ട് സൈഡിലൊന്ന് വെക്കുക. ഇത് നമുക്ക് പച്ചയ്ക്കും കഴിക്കാം, ഗ്രില്ല് ചെയ്ത് കഴിക്കാം. ഇത് നല്ല ഔഷധ ഗുണമുള്ളൊരു സാധനമാണ്. തീർച്ചയായിട്ടും പ്രമേഹ രോഗികളൊക്കെ കഴിക്കേണ്ട ഒരു പച്ചക്കറിയാണ്. പ്രമേഹ രോഗികൾ മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും നല്ലതാണ്. പ്ലസ് അതിനൊരു കഞ്ചീനസിന് വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നത്. ഇതിൻ്റെ നന്നായിട്ട് വാഷ് ചെയ്താൽ മതി. കാരണം ഇതിനകത്ത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കെമിക്കൽ കണ്ടൻ്റൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്താൽ മതി. അതിൻ്റെ തോല് കളയണമെന്നില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ സ്കിൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കളയാം, പക്ഷേ ആ സ്കിന്നോട് കഴിക്കാൻ നല്ലതാണ്. അതൊരു കുറച്ച് സ്ലൈസ്. ഇതൊരു ഗ്ലൻസറാണ്. ഗ്ലൻസിങ്ങിന് വേണ്ടി പറ്റുന്നൊരു നല്ല പച്ചക്കറിയാണ്. നമ്മൾ അതുകൂടെ ചേർത്ത് വെച്ചു കഴിക്കുന്നു. ഒന്ന് നമ്മൾ ഫുഡ് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കാണുമ്പം നമുക്ക് കഴിക്കണം തോന്നണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ നല്ല രീതിയിൽ തന്നെ ചെയ്യണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നിടം വരെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്ന ഒരു മീലായിട്ട് കൺസിഡർ ചെയ്യാം. കാരണം ഇതെല്ലാം കൂടെ നമ്മുടെ വയറിന് അത് മതിയാവും. ഒരു ഹെൽത്തി ഓംലെറ്റാണ്. കാരണം എല്ലാത്തിനും ഹെൽത്തി ഓംലെറ്റ് എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് പേരുകൾ ഇപ്പോൾ പറയുന്ന മഷ്റൂം ഓംലെറ്റ് എന്ന് പറയുന്നത് വെജിറ്റബിൾ ഓംലെറ്റാണ്. അപ്പോൾ അത് വെജിറ്റബിൾ മാത്രം ചേർത്തിട്ടല്ല, ഒരു ഓംലെറ്റ് ചേർക്കുമ്പോൾ അതിനകത്തൊരു ഫുൾ മീലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. അതിനകത്ത് മുട്ട ഞാൻ 2 ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്താൽ മതി. എല്ലാ പ്രേക്ഷകരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾക്കിത് ഗുണം കിട്ടുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബങ്ങളിലും സൗഹൃദ വലയങ്ങളിലൊക്കെയുള്ള മറ്റുള്ളവർക്ക് കൂടി ഈ റെസിപ്പി പകർന്നു കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഓർക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇതാണ്. ഇനി അടുത്ത നല്ലൊരു വിഭവമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.